ഒരമ്മയ്ക്കും അത് സഹിക്കാൻ കഴിയില്ല. ഞാൻ ലോക്കപ്പിൽ കിടക്കുന്നതും ആദ്യമായിട്ടാ. ഒരു തെറ്റും ചെയ്യാതെ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നത് ഒരു മുറിവായി ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. അമ്മ പറയുന്നതിനേക്കാൾ ഉറക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. അവളുടെ തെറ്റിദ്ധാരണ കാരണമാണ് എനിക്കത് അനുഭവിക്കേണ്ടി വന്നത്. പക്ഷെ തെറ്റ് പറ്റിപ്പോയെന്ന് മനസ്സിലായപ്പോ അവള് പശ്ചാത്തപിച്ചു, കരഞ്ഞു. അതല്ലാതെ അവൾ എന്താ ചെയ്യേണ്ടത്? മനസ്സ് മുഴുവൻ കുറ്റബോധമായി നിൽക്കുന്ന അവളെ അമ്മ കൂടി ഇനി വേദനിപ്പിക്കരുത്. എന്റെ റിക്വസ്റ്റ് അത്. അവൾക്ക് വേദനിക്കരുതല്ലേ? അവക്കാരെയും വേദനിപ്പിക്കാം, അത് ചോദ്യം ചെയ്യരുതല്ലേ? അന്ന് അവളുടെ ദിവസമായിരുന്നെങ്കിൽ ഇന്ന് എന്റെ ദിവസം. എനിക്ക് അവളുടെ മുഖത്ത് നോക്കി നാളെ പറഞ്ഞേ പറ്റൂ. അമ്മ ഒന്ന് നിൽക്കേ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. അമ്മ അന്ന് അവളുടെ ഹോസ്റ്റലിൽ ചെന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ കരണത്തടിച്ചില്ലേ? അവൾ ചെയ്ത തെറ്റിന് അന്ന് അവൾക്ക് കൂലി കൊടുത്തു. അമ്മ വീണ്ടും ചെന്ന് വഴക്കുണ്ടാക്കിയാൽ അന്ന് മനസ്സുകൊണ്ട് അമ്മയുടെ കൂടെ നിന്നവര് പോലും അമ്മയെ കുറ്റം പറയും. ഗാർമെന്റ്സിൽ വെച്ച് എല്ലാവരുടെയും വായിലിരിക്കുന്നത് അവൾ കേട്ടു. എല്ലാവരും ചുറ്റും നിന്ന് അവളെ ചീത്ത വിളിക്കുമ്പോഴും അതെല്ലാം അവൾക്ക് മിണ്ടാതെ നിന്ന് കേൾക്കേണ്ടി വന്നു. അതിലും വലിയ ശിക്ഷ അവൾക്കിനി കിട്ടാനില്ലമ്മേ. എന്ത് കേട്ടാലും അത് അപ്പൊ തന്നെ അമ്മയുടെ ചെവിയിൽ എത്തിച്ചില്ലെങ്കിൽ നിനക്ക് ഉറക്കം വരത്തില്ലല്ലേ? എന്തെങ്കിലും ഇത്തിരി കിട്ടാൻ വേണ്ടി കാത്തിരിക്കാം അമ്മ. കിട്ടിക്കഴിഞ്ഞ പിന്നെ അമ്മയുടെ ഒരു പ്രകടനമായിരിക്കും. നിനക്കറിയില്ല അമ്മയുടെ സ്വഭാവം. അമ്മയോട് പറഞ്ഞത് ഞാനല്ല, പിന്നെ മോഹൻ ചേട്ടനാ. മോഹനോ? അവനിത് എന്തിന്റെ സൂക്കേടാ? അവൻ അറിയില്ല എന്റെ അമ്മയുടെ സ്വഭാവം. അമ്മേ, ദർശനം നിൽക്കുന്ന നോക്കിയേ. ഇവളുടെ മുന്നിൽ അമ്മയുണ്ടെന്നുള്ളതാ എപ്പോഴും ഇവളുടെ ധൈര്യം. ഇവളുടെ അതേ പ്രായമുള്ളൊരു പെൺകുട്ടി അവളും. മുന്നിൽ നിൽക്കാൻ ഒരമ്മയില്ല, ചുറ്റും നിൽക്കാൻ കൂടപ്പറപ്പുകളുമില്ല. അങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് എല്ലാവരെയും പേടിയായിരിക്കും, എല്ലാവരെയും സംശയമായിരിക്കും. അതുകൊണ്ടാ കൺമുന്നിൽ ഒരു തെറ്റായ കാര്യം നടന്നപ്പോ അവൾ ഒച്ച വെച്ചത്. അതിന്റെ സത്യാവസ്ഥ അവൾ അന്വേഷിച്ചില്ല. അത് സത്യം തന്നെയാ. അധികം ലോകപരിചയമില്ലാത്ത കുട്ടിയമ്മ, അതുകൊണ്ട് പറ്റിപ്പോയതാ. അമ്മ കുറെ ജീവിതം കണ്ടതല്ലേ, അല്പമെങ്കിലും അവളെ മനസ്സിലാക്കിക്കൂടെ? അമ്മയെങ്കിലും അവളെ മനസ്സിലാക്കണ്ടേ? നീ ഇത്രയും പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ലെങ്കിൽ നീ ആ വിരോധം മനസ്സിൽ വെച്ചോണ്ട് നടക്കില്ലേ? ഞാൻ അവളെ വഴക്ക് പറയാനൊന്നും പോകുന്നില്ല. പക്ഷെ നിന്നോട് ചെയ്ത എന്റെ പക അവളോട് എന്നും ഉണ്ടാവും എന്റെ മനസ്സിൽ. അത് മനസ്സിൽ നിന്ന് പോണെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവണം. എന്നെങ്കിലും അവളെന്റെ കണ്ണി പെട്ടോ ഞാൻ ഈ കണക്ക് തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ മുമ്പിൽ വന്ന് ചാടരുതെന്ന് നീ അവളോട് പറഞ്ഞേക്ക്. അവളെ എന്റെ കൈ കിട്ടിയാ ഞാനും രണ്ട് പൊട്ടിക്കും, ഉറപ്പാ. ഒരാളെ ഒരുവിധം സമാധാനിപ്പിച്ചപ്പോ അടുത്ത ആള് തുടങ്ങി. നീ എന്തിനാ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്? അവളെ എന്റെ ആരാ? പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലടി, അവൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. അതിൽ അവൾക്ക് നല്ല കുറ്റബോധമുണ്ട്. കുറ്റബോധം കൊണ്ട് ഉരുകുന്ന ഒരാളെ അതേ കാര്യം പറഞ്ഞ് വീണ്ടും വീണ്ടും കുത്തി നോവിക്കുന്നത് കഷ്ടമല്ലേ? ആരും എത്തിയിട്ടില്ല. എല്ലാരും എത്തുന്നതിന് മുൻപ് പ്രിയഞ്ചേട്ടൻ വന്നാ മതിയായിരുന്നു. ഞാൻ കാലില് വീണ് മാപ്പ് പറഞ്ഞാലും ആരും കാണില്ലല്ലോ. പാറുന്ന് നേരത്തെ എത്തിയല്ലോ. സൈക്കിള് മാറ്റി ബൈക്കാക്കിയോ? കൊറേ ജോലിയുണ്ട് ഉഷ ചേച്ചി. അലക്കൊഴിഞ്ഞിട്ട് പ്രസവിക്കാൻ നേരമില്ലെന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ കാര്യങ്ങള്. പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് ജോലി ചെയ്യാൻ നേരമില്ല. ഒന്ന് തീരുമ്പോ മറ്റൊന്ന്, അത് തീരുമ്പോ വേറൊന്ന്. എല്ലാ പ്രശ്നങ്ങളുടെ അറ്റത്ത് പാറു ഉണ്ടാവും. അതാ അത്ഭുതം. നിഷേ, കാലത്ത് തന്നെ പാറുവിന്റെ മനസ്സ് വിഷമിക്കുന്ന എന്തിനാ? രഘു ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയതില് പാറുവിന് പങ്കുണ്ടോ? ഇന്നലെ ഇവിടെ നടന്ന പ്രശ്നത്തിന് ഇവൾക്ക് പങ്കില്ലേ? പ്രിയനെ കുറ്റക്കാരനാക്കിയിട്ട് രഘുവിനെ വെളുപ്പിച്ചതാരാ? ഇവളല്ലേ? അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ. നീ വാ. ഉഷേജി, സാറത്താറായി പോയിട്ട് പെട്ടെന്ന് വാ. പെയിന്റിംഗ് ഒത്തിരിയുണ്ട്, വേഗം ചെല്ല്. മോഹൻ ചേട്ടാ, എന്താ പാറു? എല്ലാരും എത്തിയോ? എത്തിയെന്നാ തോന്നുന്നത്. ജയന്തിയും സൗസും ഒക്കെ കയറി വരുന്നത് കണ്ടു. രേവതി വരുമായിരിക്കും. അമലയും പ്രവീണയും ഇതിനും കട്ടിംഗ് സെക്ഷനിലേക്ക് പോകുന്നത് കണ്ടു.
കരിനാഗ എത്തിയിട്ടുണ്ടാവില്ല. സമയമാവുന്നില്ലേ ഉള്ളൂ. അവരല്ല. പിന്നെ ആ മനസ്സിലായി, അവൻ ഇന്ന് വരില്ല. വരില്ലേ? അതെന്താ? അവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലേ? പറഞ്ഞു വിട്ടുന്നോ? ആരുടെ കാര്യം മോഹൻചേട്ടൻ പറയുന്നത്? രഘു വന്നോന്നല്ലേ നീ ചോദിച്ചത്? ഞാൻ നിന്നെ ഒന്ന് വാട്ടിയതല്ലേ? നീ അന്വേഷിക്കുന്നത് പ്രിയനെയാണെന്ന് എനിക്കപ്പോഴേ മനസ്സിലായി. താഴെ പ്രതാപനോട് സംസാരിച്ചോണ്ട് നിൽപ്പുണ്ട്. ഇപ്പൊ വരും. പാറു, നീ ഇന്ന് നേരത്തെ എത്തിയോ? ഗേറ്റിന്റെ അവിടെ കാണാത്തത് കൊണ്ട് ഞാൻ കരുതി ഇന്ന് ലീവായിരിക്കുമെന്ന്. എന്തിനാ നേരത്തെ വന്നേന്ന് ചോദിക്കി. എന്തിനാ മോഹൻ ചേട്ടാ? പാറുനോട് എന്നെ ചോദിക്കി. എന്താ പാറു? പ്രിയനെ കാണാൻ വന്നതാ. പ്രിയനെ കാണാനോ? എന്തിനാ പുതിയ കുറ്റം കണ്ടുപിടിച്ച പാറു? പ്രിയനെ കുറിച്ച് ഇനി നീ എല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല നിന്നോട് പെരുമാറുന്നത്. ഞാനും ഒരു കരിമുകിലിനു ചിറകുകളരുളിയ മിന്നലേ, പുതുമഴ മലരുകൾ വിതറിയ കുറുമൊഴി തെന്നലേ. മോഹൻ, നിന്റെ സെക്ഷനിലുള്ള എല്ലാവരോടും ഇന്ന് 1 മണിക്കൂർ ഓവർ ടൈം ചെയ്യാൻ പറയണം. ഇന്നലെ ഒരു ജോലിയും നടന്നില്ല, അറിയാലോ. അത് ഇന്ന് മേക്കപ്പ് ചെയ്യണം. പ്രിയൻ ചേട്ടാ. ജയന്തി, എന്നും ചെയ്യാറുള്ളത് പോലെ കമ്പനി വിട്ടാലുടനെ ബസ് സ്റ്റോപ്പിലേക്ക് ഓടാൻ പാടില്ല. നീ നിന്നാലേ മറ്റുള്ളവർ നിൽക്കൂ. ഓരോരുത്തരും 3 പീസ് വെച്ച് അധികം തച്ച ഒരുവിധം മേക്കപ്പ് ആവും. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. സൗസൗ, നിനക്ക് കുറച്ച് ഉഴപ്പ് കൂടുതലാ. എല്ലാവരുടെയും കൂടെ കട്ടയ്ക്ക് നിന്നോണം. ഏറ്റു പ്രിയൻ ചേട്ടൻ പറഞ്ഞ പിന്നെ അപ്പീലില്ലല്ലോ. പിന്നെ നോക്ക്, പ്രിയ, പാറു ഇന്ന് ആദ്യം വന്നത് എന്തിനാണെന്നറിയോ? നിന്നെ കാണാൻ. പാറുന് എന്തോ നിന്നോട് പറയാനുണ്ട്. മോഹൻ, സ്റ്റോർ റൂമിൽ പോയി മെറ്റീരിയൽസ് ഒക്കെ ചെക്ക് ചെയ്യണം. ആവശ്യമുള്ള സാധനത്തിന്റെ ലിസ്റ്റ് കിട്ടിയാൽ ഇന്ന് തന്നെ വരുത്താൻ പറയാം. പ്രിയ, പാറുന് എന്തോ നിന്നോട് പറയാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഓവർ ടൈമിന്റെ കാര്യം എല്ലാവരോടും പറഞ്ഞേക്ക്. എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ പോയി കളഞ്ഞു. പ്രൊഡക്ഷൻ എങ്ങനെ കൂട്ടുമെന്നുള്ള ആലോചനയില്ല, അതുകൊണ്ടായിരിക്കും. അതുകൊണ്ടൊന്നും അല്ല, എന്നോടുള്ള ദേഷ്യം ഇതുവരെ മാറിയിട്ടില്ല. നീ പോയി സംസാരിക്കേ, പ്രിയജയുടെ ദേഷ്യം മാറിക്കോളും. അതിന് സംസാരിക്കാൻ നിന്ന് തന്നിട്ട് വേണ്ടേ? നിനക്ക് പ്രിയനോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം നീ തന്നെ ഉണ്ടാക്കണം, എങ്ങനെയെങ്കിലും. നീ വിളിച്ച പ്രിയൻ നിൽക്കൊന്നുമില്ല. കാരണം പ്രിയനോട് നീ ഒരിക്കലും നല്ല രീതി പെരുമാറിയിട്ടില്ല. ചാടിക്കടിക്കല്ലേ ചെയ്യാറുള്ളൂ. അത് പ്രിയന്റെ മനസ്സിൽ ഉണ്ടാവാതിരിക്കോ? ഒന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, മനഃപൂർവ്വം എന്നെ ഒഴിവാക്കുന്നല്ലേ. എന്റെ മുഖത്തൊന്നും നോക്കുന്ന പോലും ഇല്ല.